രാവിലെ ലച്ചു കണ്ണു തുറക്കുമ്പോൾ മിഴിമോൾ അടുത്തില്ല. തലേന്ന് രാത്രി ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഡെന്നിയുടെ അടുത്തുനിന്ന് വന്നത്. രാവിലെ തന്നെ വരാമെന്ന് ഉറപ്പും കൊടുത്തിട്ടാണ് കക്ഷി ഇങ്ങോട്ട് പോകുന്നത്. ഒരു കണക്കിന് ഡെന്നിയോട് മോളിത്ര അടുത്തിൽ അവൾക്ക് അത്ഭുതം തോന്നിയില്ല. താനും ഇങ്ങനെ തന്നെയായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ ഇച്ചായന്റെ കയ്യിൽ തൂങ്ങിയാണ് നടന്നത്. എന്തിനും ഏതിനും ഇച്ചായൻ വേണമായിരുന്നു. ഇച്ചായനും അങ്ങനെ തന്നെ. ഇച്ചായന്റെ കണ്ണുകളിൽ പലപ്പോഴും തന്നെയുള്ള വാത്സല്യം കണ്ടിരുന്നു. ഇന്ന് അതേ ഭാവം തന്നെയാണ് മോളെ നോക്കുന്ന ആ കണ്ണുകളിൽ. ലച്ചു ഒരു നെടുവീർപ്പോടെ ആലോചിച്ചുകൊണ്ട് അഴിഞ്ഞു കിടന്ന മുടി വാരിക്കെട്ടി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ബെഡ്ഷീറ്റെല്ലാം ശരിക്കും വിരിച്ച് അവൾ പുറത്തേക്ക് നടന്നു. മായ ഉണർന്നുകൊണ്ട് തന്നെ അടുക്കളയിൽ തട്ടുമുട്ടും കേൾക്കാം. ഹാളിലൊന്നും മോളെ കാണാതായപ്പോൾ അവൾ അടുക്കളയിലേക്ക് പോയി. മോളെന്തിയമ്മേ? തിരിഞ്ഞു നിൽക്കുന്ന മായയോടായിട്ട് അവൾ ചോദിച്ചു. ആ, നീ എഴുന്നേറ്റോ? മോൾ അപ്പുറത്തേക്ക് പോയി. അവർ അവൾക്ക് ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇത്ര രാവിലെയോ? ക്ലോക്കിൽ 7 മണിയെന്ന് കണ്ട് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. സാധാരണ പ്ലേ സ്കൂളിൽ പോകേണ്ട ദിവസം 8 മണിയായാലും എഴുന്നേൽക്കാത്ത കക്ഷിയാണ്. ആ, അതൊന്നും പറയാതിരിക്കുന്ന മോളെ ഭേദം. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കക്ഷി സോഫയിൽ ഇരിപ്പുണ്ട്. പിടിച്ച വിടിയാൽ എന്നെ കൊണ്ട് ഡോർ ഉറപ്പിച്ച് അപ്പുറത്തേക്ക് പോയി. ട്രീസ് എഴുന്നേറ്റിരുന്നു. ഇവള് ചെന്നിട്ടാ ഡെന്നിയെ കുത്തിപ്പൊക്കിയത്. ഇപ്പൊ രണ്ടും കൂടെ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. മായ ഒരു ചിരിയോടെ പറഞ്ഞു. പണ്ടും അമ്മച്ചി ഇങ്ങനെ തന്നെയായിരുന്നു. വെളുപ്പിനെ എഴുന്നേൽക്കും. ഇച്ചായൻ അന്ന് ഉറക്കപ്രിയനാണ്. താൻ ചെന്ന് കുത്തി എഴുന്നേൽപ്പിച്ച് നടക്കാൻ കൊണ്ടുപോകും. പാടത്തെ കാറ്റും തണുപ്പൊക്കെ ഏറ്റി ഇച്ചായന്റെ കൈ പിടിച്ച് നടക്കും. ഇടക്ക് നന്ദേട്ടനും കൂടും. ആ ഓർമ്മകളിൽ അവളുടെ കണ്ണു നിറഞ്ഞു. മായ കാണാതെ അവ മറച്ചുകൊണ്ട് അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. താഴെ ഗാർഡനിൽ ഡെന്നിയോടൊപ്പം നടക്കുന്ന മിഴിമോളെ അവൾ നോക്കി. തലേന്ന് രാത്രി ഇട്ടുകൊടുത്ത വൈറ്റ് ഷോർട്ട് ട്രൗസറും ബനിയനും തന്നെയാണ് വേഷം. മുടി വാരി ഉച്ചിയിൽ കെട്ടിയിട്ടുണ്ട്. എന്തു വന്നാലും മുടിവെട്ടാൻ സമ്മതിക്കില്ല കക്ഷി. ഡെന്നിയുടെ കയ്യിൽ തൂങ്ങി എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അവനും തിരിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ ലച്ചു ആ കാഴ്ച കണ്ടു നിന്നു. മിനിമോളുടെ വിശേഷങ്ങൾ കേട്ട് നടക്കുകയാണ് ഡെന്നി. എന്നിട്ട് എന്തല്ലോ പപ്പേ, ഞാൻ അപ്പൂനെ ഇടിച്ചു. അപ്പൊ ടീച്ചർ ലച്ചുന്നോട് പറഞ്ഞു കൊടുത്തു. അവൾ വലിയ കാര്യം പോലെ അവനോട് പറയാണ്. ഇടക്ക് കൈകൊണ്ട് എങ്ങനെയാണ് ഇടിച്ചതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഡെന്നി അതെല്ലാം ക്ഷമയോടെ കേട്ട് മറുപടി പറയുന്നുണ്ട്. എന്തിനാണോ പപ്പയുടെ കുഞ്ഞു സപ്പൂനിടിച്ചത്? അവന് വേദനിക്കില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. സ്റ്റോൺ ബെഞ്ചിൽ നിന്ന് മിഴിയെ മടിവീഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അതിന്റെ അല്ലേ പപ്പേ, അപ്പ എന്നോട് പറയാന് അവന്റെ ഐശ അവന്റെ പപ്പയുടെ പോലെ തന്നെയാണെന്ന്. ഞാൻ എന്റെ പപ്പയുടെ പോലെ അല്ലെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞപ്പോ അപ്പവൻ ഞാൻ നോന പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, അതോന്റെ ഇരിച്ചത്. കണ്ണുകൾ വിടർത്തി മിഴി പറഞ്ഞു. ഡെന്നി അത് കണ്ട് ഞെട്ടലോടെ അവളെ നോക്കി. മോൾ എന്തുകൊണ്ടാ എന്നെ പപ്പ എന്ന് വിളിച്ചത്? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് നമ്മുടെ രണ്ടുപേരുടെ ഐശ് ഷെയ്മല്ലേ? ലച്ചു പറഞ്ഞല്ലോ പപ്പ ആയോണ്ടാ ഐശ് ഒരേപോലെന്ന്. എന്റെ പപ്പയല്ലേ? ചോദിക്കുമ്പോഴേക്കും അവൾ വിരുമ്പിപ്പോയിരുന്നു. ആരാ പറഞ്ഞ അല്ലെന്ന്? എന്റെ കുഞ്ഞൂസിന്റെ പപ്പയാണ്, കുഞ്ഞൂസിന്റെ മാത്രമാണ്. അവൻ മോളെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. അവൾ ആ കുഞ്ഞി കൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. പപ്പേ, അവൾ കൊഞ്ചലോട് വിളിച്ചു. എന്താടാ കണ്ണാ? അവന് തിരികെ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. ഇന്നെന്നെ പാർക്കിലും ബീച്ചിലും കൊണ്ടുപോവോ? പിന്നെ ഐസ്ക്രീം വേണം, പിന്നെ ബലൂന് വേണം, ഒക്കെ മേടിച്ചു തന്നെ. ഒരു മകളുടെ അധികാരത്തോടെ അവൾ പറഞ്ഞു. എന്റെ കുഞ്ഞൂസും പപ്പയും കൂടി ഒന്ന് പാർക്കിൽ പോവും, ഐസ്ക്രീം കഴിക്കും, പിന്നെ കുഞ്ഞൂസിന് കുറേ സാധനങ്ങൾ വാങ്ങിത്തരും. അവനും അവൾ ചെയ്ത പോലെ എണ്ണി പറഞ്ഞു. ശരിക്കും? അവൾ കണ്ണുകൾ വിടർത്തി അത്ഭുതത്തോടെ പറഞ്ഞു. ശരിക്കും. ഇപ്പൊ നമുക്ക് പോയി കുളിച്ച് പാപ്പം കഴിക്കാം. എന്നിട്ട് പപ്പ മോളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോവാം. ട്രീസെ കുറിച്ച് നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും. അവൻ മോളെ എടുത്ത് നടന്നുകൊണ്ട് പറഞ്ഞു. മിഴി സന്തോഷത്തോടെ അവന്റെ കയ്യിലിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സന്തോഷത്തോടെ അവന്റെ കണ്ണുകളിൽ തൊട്ടു നോക്കും. അവൻ തിരികെ നോക്കുന്ന കാണുമ്പോൾ നാണിച്ച് തോളിൽ കിടക്കും. ആ, ഇതാരാ മിഴിമോള്? ആരാ മോളെ ഇത്? ഫ്ലാറ്റിലെ സെക്രട്ടറി മിഴിയെ കണ്ടപ്പോൾ ചോദിച്ചു. ഇതേ എന്റെ പപ്പയാ. അവന്റെ ദേഹത്തേക്ക് ഒന്നുകൂടി ചാരിക്കൊണ്ട് അവൾ പറഞ്ഞു. ആ, മിഴിയുടെ പപ്പയായിരുന്നു. വേദലക്ഷ്മിയുടെ ഹസ്ബൻഡ് ആണല്ലേ? അവരോട് വന്നിട്ട് കുറെ നാളായെങ്കിലും താങ്കളെ മാത്രം പരിചയപ്പെടാൻ സാധിച്ചില്ല. പുറത്തായിരുന്നു? അയാൾ ഡെന്നിയോടായി ചോദിച്ചു. അതെ, നാട്ടിൽ വന്നിട്ട് അധികമില്ല. എന്തുകൊണ്ടോ അവന് തിരുത്താൻ തോന്നിയില്ല. വേദുവിന്റെ കൂടെ തന്റെ പേര് ചേർത്ത് പറയുന്നത് അവന് സന്തോഷമുള്ളവാക്കി. അതെ, സംസാരിച്ചു കഴിഞ്ഞൊന്നും മാറിയോ? എനിക്കും പപ്പച്ചും കുറെ സ്ഥലത്ത് പോവാനുള്ളതാ, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് ഡെന്നി അയാളും ചിരിച്ചു. എന്നാ ശരി, നിങ്ങൾ വിട്ടോ, അല്ലെങ്കിൽ ഈ കാന്താരി എന്നെ ശരിയാക്കും. അയാളൊരു ചിരിയോടെ അവളുടെ കവിൾ തട്ടിക്കൊണ്ട് പറഞ്ഞു. പപ്പ കാണാനാ ഈ സേകം. ഒരു ദിവസം ഞാനും പെബേട്ടനും കൂടെ കളിച്ചപ്പോ സൗണ്ട് വന്നെന്ന് പറഞ്ഞത് എന്തു പഹലായിരുന്നു. എന്നിട്ട് ലച്ചു വന്നപ്പോ ഞങ്ങൾക്ക് ചീത്ത കെത്തും. അവൾ തലയിൽ കൈവച്ചുകൊണ്ട് അയാൾ പോയ വഴി നോക്കി പറഞ്ഞു. അവളുടെ കുറുമ്പും സംസാരവും കണ്ട് ഡെന്നി ഒരു പുൻസിരിയോടെ അവളുടെ കവിളിൽ അമർത്തി ഉമ്മവിച്ചു. അവൾ നാണിച്ചുകൊണ്ട് വാപുതി ചിരിച്ചു. അവൻ നോക്കുന്ന കണ്ടപ്പോൾ അവന്റെ മുഖം പിടിച്ച് അവന്റെ മൂക്കിൻ തുമ്പിൽ കുഞ്ഞിരിപ്പല്ല് വെച്ച് കടിച്ചു. ലച്ചു കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു കാറ്റുപോലെ അകത്തേക്ക് പാഞ്ഞു വരുന്ന മിഴി.
എന്താ സംഭവം എന്നറിയാതെ അവൾ അന്തം വിട്ട് നിന്നു. കബോർഡ് തുറന്ന് കൈയെത്തിച്ച് കയ്യിൽ കിട്ടിയ ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് ഓടി. ഇതിപ്പോ ആരവിടെ പടക്കം പൊട്ടിച്ചെന്ന രീതിയിൽ ലച്ചു നിന്നു. പോയ അതേ സ്പീഡിൽ തിരിച്ച് ഓടി വന്ന് കട്ടിൽ കയറുന്ന ലച്ചുവിനെ പിടിച്ചു വലിച്ച് ഒരു ഉമ്മ കൊടുത്ത് അവൾ ഇറങ്ങി പിന്നെയും ഓടി. ഇതെങ്ങോട്ടേ ഓടുന്നേ? ലച്ചു അവളുടെ പുറകെ ചെന്ന് ചോദിച്ചു. ഉരുണ്ടുരുണ്ടോടുന്ന മിഴിയെ കണ്ട് ലച്ചുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. പപ്പേതകത്തേക്കാ, അവൾ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. കുളിച്ചിട്ട് പോ മോളെ, ലച്ചു പിന്നെയും പറഞ്ഞു. പപ്പ കുളിപ്പിച്ചു തരും പറയുന്നതിനൊപ്പം ആൾ അപ്പുറത്തെ ഫ്ലാറ്റിലെത്തിയിരുന്നു. ഒരു പപ്പ. ലച്ചു കെറുവട മുഖം തിരിച്ചു. മിഴിയുടെ സൗണ്ട് കേട്ടല്ലേ മോളെ, എവിടെ അവള്? അടുക്കളയിൽ നിന്ന് കൈ തുടച്ചുകൊണ്ട് മായ പുറത്തേക്ക് വന്നു. ആ എനിക്കറിയില്ല, പപ്പ എന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട്. മായയോട് പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. തീരെ കുശുമ്പില്ല, ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു. പപ്പേ. ഡ്രസ്സും പൊക്കി പിടിച്ച് മിഴി ഡെന്നിയുടെ അടുത്തേക്ക് ഓടി വന്നു. ആ കുഞ്ഞൂസ് വന്നോ? കുളിച്ചോ? അവളുടെ കയ്യിലെ ഡ്രസ്സ് ഉണ്ടാവും ചോദിച്ചു. ഇല്ല, പപ്പ കുളിപ്പിച്ചു തന്നാ മതി എന്നെ, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. പപ്പ കുളിപ്പിച്ചു തരാലോ എന്റെ മുത്തിന്, വാട ചക്രേ. അവൻ അവളെയും കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. രണ്ടും കൂടി കുളി എന്ന പേരിൽ വെള്ളത്തിൽ കുത്തിമറിഞ്ഞു. ഒടുവിൽ ഇനി നിന്നാ ട്രീസ് കൊച്ച് വടിയെടുക്കുന്നു പറഞ്ഞ് അവർ നിർത്തി. ഒരു ടവൽ മിഴിയുടെ നെഞ്ചിനൊപ്പം കെട്ടി ഒരെണ്ണം മുടിയിലും കെട്ടി ഡെന്നി അവളെ പൊക്കിയെടുത്ത് ബെഡിൽ നിർത്തി. അമ്പോ, ഇപ്പൊ ശരിക്കും സുന്ദരിയെ, ഇന്ന് നമുക്ക് ഡ്രസ് ഇടാം, അവൻ അവിടെ തല തൂർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾ തലകുലിക്ക് സമ്മതിച്ചു. ഡെന്നി അവൾക്ക് ഡ്രസ് ഇട്ട് കൊടുത്തു. ഇനി കുഞ്ഞൂസ് പോയി ട്രീസ് കൊച്ചിനോട് നമുക്ക് കഴിക്കാൻ എടുത്തു വെക്കാൻ പറ, അപ്പോഴേക്കും പപ്പ കുളിച്ചിട്ട് വരാം. ഒന്നുകൂടി അവളുടെ തലയിൽ വെള്ളമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ പറഞ്ഞു. ഓക്കേ. അവൾ അവന്റെ താടിയിൽ ഉമ്മ വെച്ചുകൊണ്ട് ഇറങ്ങി ഓടി. ഡെന്നി അവളുടെ ഓട്ടം കണ്ട് ഒരു ചിരിയോടെ ബാത്റൂമിൽ കയറി.